കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് ദേവേനി ചെല്ലുവാണ്. ദേവേനി ചെന്നിട്ട് അബിയുടെ ശരണ്യയുടെ കള്ളത്തരമൊക്കെ കൈയോടെ അവരുടെ മുന്നിൽ വെച്ച് അങ്ങോട്ട് വിളിച്ചു പറയണം. അബിക്ക് സഹിക്കാൻ പറ്റിയില്ല. അബിയോട് പറഞ്ഞു, 40 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നീ ഇത്ര വലിയ ചതി അതും കുടുംബത്തോട് ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നീ നിന്റെ അമ്മയൊക്കെ അത്രക്കാരാണല്ലോ എന്ന് പറയണം. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടാ എന്നും പറഞ്ഞിട്ട് ആ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചിട്ട് ആ കാരണം തീർത്ത് അങ്ങോട്ട് പൊട്ടിക്കുകയാണ്. ആ സമയത്ത് SI പറഞ്ഞു, ഞങ്ങൾ ആവശ്യത്തിന് മിച്ചം കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. എത്ര കിട്ടിയാലും നിനക്ക് നാണം ഉണ്ടോടാ? അനന്തപുരി തറവാടിന്റെ മാനം കളയാനായിട്ട് ഇതുപോലുള്ളൊരു മുതല്. ഇതിനേക്കാളും ഭേദം നിനക്ക് പോയി ചത്തുവിടാന്ന് ചോദിക്കണം. എന്തിനു വേണ്ടിയാടാ? പൈസയ്ക്ക് വേണ്ടിയിട്ട് നീ സ്വന്തം കുടുംബത്തെ പോലും ഒറ്റ കൊടുക്കൂലടാ. ഇപ്പൊ എന്നോട് ചെയ്ത ഈ ചതിയുണ്ടല്ലോ, ഇതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. വെറുതെ അല്ലടാ നിന്നെ അനന്തപുരിയിൽ ആർക്കും കണ്ടെടുത്താ കാണത്തില്ലാത്ത. എന്തുകൊണ്ടാ അച്ഛൻ നിന്നെ ഒഴിവാക്കി നിർത്തുന്നതെന്ന് അറിയാവോ? നിന്റെ ഈ സ്വഭാവം കൊണ്ടാ. പണത്തോടുള്ള ആർത്തിയാ നിനക്കും നിന്റെ അമ്മയ്ക്കും. അതെന്ന് തീരുന്നോ അന്നോ നീ ഗതി പിടിക്കാനായിട്ട് പോകുന്നുള്ളൂ. ഒന്നുമല്ലെങ്കിൽ നീ ഒരു അച്ഛനാകാൻ പോവല്ലടാ. ആ സമയത്തെങ്കിലും നിന്റെ മനസ്സിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കരുതി ഞാനൊക്കെ ഇരുന്നേ. പക്ഷെ അതൊക്കെ വെറുതെ ആയിപ്പോയി. നിന്നെ വിശ്വസിച്ചൊരു പക്ഷേങ്കില് ഞാനിപ്പോ ഇരുന്നിരുന്നെങ്കിലോ എന്തായിരുന്നു സംഭവിക്കുന്നുണ്ടാകാം. 50 ലക്ഷം രൂപയെ അടിച്ചു മാറ്റി. അത് കൂടാതെ പിന്നെ നീ പണം അടിച്ചു മാറ്റില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാൻ തുടങ്ങണം. അയ്യോ വല്യമ്മേ, എന്റെ തല്ലല്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറയാം. അബദ്ധം? ഇതാണോടാ അബദ്ധം? നീ ചെയ്ത കുട്ടീനാണോ അബദ്ധം എന്ന് പറയുന്നത്? എന്റെ കൺവെട്ടത്ത് പോലെ നിന്നെ കാണരുത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ദൈവത്തെ ഓർത്ത് ആരോടും പറയരുത്, പറഞ്ഞ് നാറ്റിക്കരുതെന്ന് പറയാം. കാണിച്ചാലാ നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം SI പറഞ്ഞു, എടാ സ്വന്തം കുടുംബത്തോട് ഇത്ര ദ്രോഹം ചെയ്യുന്ന സാമദ്രോഹിയാണോടാ നീ? നിന്നെ പോലുള്ള ഒരുത്തനെയൊന്നും ആ കുടുംബത്തെ വെച്ചു ഉറപ്പിക്കേണ്ടതല്ല. ആ അനന്തമൂർത്തി സാറിന്റെ പേര് കളയാൻ വേണ്ടിട്ട് ആ മനുഷ്യനെ എത്ര നല്ലവനാ. പക്ഷേങ്കില് അതിന്റെ ഒരു സ്വഭാവ ഗുണങ്ങളും നിനക്ക് കിട്ടിയിട്ടില്ലോടാ. ഇത്രയ്ക്ക് വൃത്തികെട്ടവനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് SIയുടെ വക അത് അങ്ങനെ ഒരു പൂരം കൂടെ ഉണ്ടായിരുന്നു. അവസാനം SI പറഞ്ഞു, ഇപ്പൊ കേസൊന്നും എടുക്കുന്നില്ല. അവര് കേസ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേസ് എടുക്കുന്നില്ല. അല്ല ഇപ്പൊ നിന്നെ കാണിച്ചു തരാമെന്ന് പറയണം, പൊക്കിയൊന്ന് പറയണം. ഈ സമയം ദേവേനെ അങ്ങോട്ട് പോയായിരുന്നു. അങ്ങനെ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യ അബിയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മനുഷ്യന് ആകെപ്പാടെ നാണം കിട്ടും അറിയാലോ. എന്നെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന ഞങ്ങളുടെ 1-2 പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കവലയിൽ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത്. അതുകൊണ്ട് എനിക്കിനി വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാം. നീ എന്ത് വർത്താനം പറയണേ? എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ ആണെന്ന് പറയാം. ഞാൻ എവിടെ നിർത്തിട്ട് തരാനാ? ഇല്ലെങ്കിൽ ഞാൻ അനന്തപുരി വീട്ടിലേക്ക് വരും അറിയാലോ. മര്യാദയ്ക്ക് എനിക്ക് പണം തന്നോളാൻ പറയണം. ഇത് കേട്ടതും അബി പെട്ടു. അബി പറഞ്ഞു, ശരണ്യെ എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കരുതിയിരിക്കണേ? എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയാം. 10 ലക്ഷം തന്നില്ലെങ്കിലും 5 ലക്ഷമെങ്കിലും എനിക്ക് തരണം. അല്ല നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അവസാനം അബിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അബിയോട് പറഞ്ഞു, എനിക്ക് നാണക്കേടാ ഉണ്ടായത്. എന്റെ നാണക്കേട് മാറ്റാൻ എനിക്ക് പൈസയെങ്കിലും കിട്ടിയാൽ മതിയാവുള്ളൂ. ഇതിൽ പരം ഒന്നുമില്ല. കാരണം എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് എന്നെ നിന്നെയും കൂടെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുന്നത്. നാട്ടുകാർ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കുമെന്ന് അറിയാവോ? പിന്നെ ഞാൻ അനന്തപുരി തറവാടിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാണം കെടാൻ പോകുന്ന അനന്തമൂർത്തി സാറും പിന്നെ നീയൊക്കെ ആയിരിക്കും. അങ്ങനെ ഉണ്ടായാലും എന്താ സംഭവിക്കുന്ന അറിയാലോ. പിന്നെ നീ ആ വീടിന് പുറത്തായിരിക്കും. അതുകൊണ്ട് എനിക്ക് തരാനുള്ള പൈസ എത്രയും പെട്ടെന്ന് അത് തരണമെന്ന് പറയണം. ഒരാഴ്ച സമയം തരും. ഒരാഴ്ചക്കുള്ളിൽ 5 ലക്ഷം രൂപ തരണമെന്ന് പറയണം. ആകെപ്പാടെ അബി പെട്ടു. കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി. 40 ലക്ഷം കിട്ടിയുമില്ല. 5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ. എന്ത് ചെയ്യണം ആ പൈസയ്ക്ക്? അതുപോലും അറിയത്തില്ല. അങ്ങനെ അവസാനം അബി അവിടുന്ന് തടി ഉരുവാണ്. ഈ സമയത്ത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നയന. അമ്മ ഇതുവരായിട്ടും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ദേവേനെ അങ്ങനെ ആ കരള് ഭാഗത്തേക്ക് പെൺകുട്ടിയെ കാണാൻ പോയെന്നുള്ള കാര്യമൊക്കെ ജലജ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേവേനെ അങ്ങോട്ടേക്ക് കയറി വരുമ്പോഴത്തേനും ജലജ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം നയനെ അങ്ങോട്ടേക്ക് വന്നു. നയന ചോദിച്ചു, അമ്മ എവിടെ പോയതാന്ന് ചോദിക്കുക. ഞാനോ? എനിക്ക് കരള് പാത്ത് നൽകിയ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ ഞാനൊന്ന് കാണാൻ പോയതാന്ന് പറയണം. ഇത് കേട്ടപ്പോ നയന ചോദിച്ചു, അമ്മ എന്തായി പറയണേന്ന് ചോദിക്കുക. അമ്മ ആ കുട്ടീനെ കണ്ടോന്ന് ചോദിക്കും. കണ്ടു. പിന്നെ കാണാതിരിക്കാനായിട്ട് എന്റെ കണ്ണിന് കാഴ്ചക്കുറവൊന്നും ഇല്ലോ. അവളെ കണ്ടിട്ട് വരുന്ന വഴിയാന്ന് പറയാം. അമ്മേനെ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചായിരിക്കും എന്ന് പറയണം. അത് നിനക്ക് എങ്ങനെ അറിയാം? നിനക്ക് അതിനെ ആ കുട്ടീനെ അറിയാവുന്ന ചോദിക്കണം. ഇത് കേട്ടത് നയന പറഞ്ഞു, ആദർശേട്ടനും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതല്ലേ അമ്മയോട്. പിന്നെ അമ്മ എന്തിനാ തന്നെ ഒറ്റയ്ക്ക് കാണാൻ പോയെന്ന് ചോദിക്കും.
എനിക്കറിയാം, എനിക്ക് ആ കുട്ടീനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഒരു പാവം കുട്ടിയാന്ന് പറയണേ. ജലജ ചോദിച്ചു എന്നിട്ട് എന്താവാനാ, ഞാൻ കൊണ്ടേ അവൾക്ക് ഒരു ചെക്കൊക്കെ കൊടുത്തിട്ടാ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയണം. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു, 40 ലക്ഷം രൂപ എന്റെ മകന് കിട്ടും. താനും കോളടിച്ചു, കുറച്ച് സാരിയൊക്കെ വാങ്ങണം, അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു ജലജയുടെ മനസ്സിൽ. ജലജ പറഞ്ഞു, ആ പൈസ കൊടുത്തൊന്നും ഒട്ടും കുഴപ്പമില്ല, കാരണം പണത്തിനേക്കാളും വലുതല്ലേ നമ്മുടെ ജീവന്. ഇടത്തേക്ക് ജീവൻ പകുത്തല്ലേ പെൺകുട്ടിയല്ലേ, അപ്പൊ അവൾക്ക് എത്ര പണം കൊടുത്താലും കുഴപ്പമില്ല, അതൊന്നും ഒരിക്കലും നഷ്ടാവില്ലെന്ന് പറയണ. അവൾ ഉള്ളോണ്ടല്ലേ അടുത്ത് ജീവിച്ചിരിക്കണേന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കരള് പാത്തല്ലെങ്കിൽ പെൺകുട്ടി അവള്, അപ്പൊ ഞാൻ പണത്തെക്കാളും കൂടുതൽ വില കൽപ്പിക്കുന്ന അവളുടെ ജീവന് ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. അവൾക്ക് ഇത്രയും നല്ലൊരു കാര്യമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണ്ടേ. അത് മാത്രമല്ല, അവളെ ഇപ്പൊ ഞാൻ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്, എന്റെ ജീവന് തുല്യമായിട്ട്. എനിക്ക് കരള് പാത്തല്ലെങ്കിൽ പെൺകുട്ടിയെ ഞാൻ മോളെ പോലെയാ കരുതുന്നതെന്ന് പറയാണ്. ഇതെല്ലാം ദേവേനി നയനയുടെ മുഖത്ത് നോക്കിയാ പറയണേ. പെട്ടെന്ന് നയനയ്ക്ക് ആ പടൊരു വിഷമായി പോയി. അമ്മ വേറെ ഏതോ ഒരു പെൺകുട്ടിനെ കണ്ടുപിടിച്ച അവൾക്ക് പൈസയും കൊടുത്തിട്ട് വന്നിരിക്കുക. അമ്മയോട് എങ്ങനെ സത്യങ്ങളൊക്കെ പറയണേ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മുഖത്ത്. അങ്ങനെ ദേവേനെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. ജലജയ്ക്ക് ഭയങ്കര സന്തോഷവും, രക്ഷപ്പെട്ടു, അഭി ഇങ്ങോട്ട് വരട്ടെ, അവര് വൈകിയാണെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിയൊക്കെ തോന്നിയല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അഭി അങ്ങോട്ടേക്ക് വരുന്നേ. അഭി അങ്ങനെ വന്നു. ഈ സമയത്ത് മുത്തശ്ശി ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേന്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ദേവേനി നീ എവിടെ പോയതാന്ന് ചോദിക്കണം. പിന്നീട് ദേവേനി പറഞ്ഞു, ഞാൻ ആ പെൺകുട്ടീനെ കണ്ടെത്തിയെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ടേക്ക് വന്നു. അഭിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ അങ്ങോട്ട് ചെല്ലുവാണ്. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴേക്കും ദേവേനി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശിയും അവരെല്ലാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഹാളിലുണ്ടായിരുന്നു. പിന്നീട് ദേവേനി അഭിയോട് ചോദിച്ചു, അല്ല ഇത്ര പെട്ടെന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോടാന്ന് ചോദിക്കണം. ഇത് കേട്ടതും ജലജ ചോദിച്ചു, അല്ല എന്താ അടുത്ത് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിലോ? ആര്? എന്തിനാ ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറി നിൽക്കും? നിന്റെ മകൻ ചെയ്ത കാര്യം എന്താണെന്നറിയോ? നിസ്സാര കാര്യമൊന്നും അല്ലെന്ന് പറയണം. അതിന് മാത്രം എന്റെ മകൻ എന്ത് തെറ്റാ ചെയ്തേന്ന് ചോദിക്കുക. അവനോട് ചോദിച്ച് നോക്ക് എന്ത് തെറ്റാ ചെയ്തേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഭി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് സത്യം പറയടാ, എന്തൊക്കെയാന്ന് സംഭവിച്ചെന്നും പറഞ്ഞു കൊടുക്കാൻ പറയണം. അത് പിന്നെ അമ്മായി ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇവൻ കാണിച്ചു വെച്ച അന്യായം എന്താണെന്നറിയാവോ? ഒരു പെൺകുട്ടീനെ എന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് അവളാണ് എനിക്ക് കരള് പാത്തു നൽകിയെന്ന് പറഞ്ഞു. പക്ഷെ ആ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. 50 ലക്ഷം രൂപ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു. ആൾമാറാട്ടത്തിന് ഞാൻ കൊണ്ടുപോയി അങ്ങോട്ടൊരു കേസ് അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ, ഇപ്പൊ അകത്ത് കിടന്നേനെ ഇവന്. പക്ഷെ ഞാനത് ചെയ്തില്ല. ഇവനും അവൾക്കുള്ള കൊടുത്തിട്ടുണ്ട് ഞാൻ കയ്യോടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജലജ കൃത്രിമമായിട്ടൊരു ദേഷ്യമൊക്കെ അഭിനയിക്കുകയാണ്. ജലജ നേരെ അങ്ങോട്ട് പ്ലേറ്റ് മാറ്റി. ജലജ പെട്ടെന്ന് അബിയുടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ കർണം തീർത്തൊന്ന് പൊട്ടിച്ചിട്ട് സത്യം ഉണ്ടാക്കി കേൾക്കണേന്ന് ചോദിക്കാം. ദേവേനിക്കറിയാലോ ജലജയും കൂടെ കൂടിയിട്ടാ ഈ നാടകങ്ങളൊക്കെ കളിക്കണേന്ന്. അല്ല അമ്മ, അത് പിന്നെ നാണമില്ലാടാ നിനക്കെന്ന് ചോദിക്കണം. വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ഓഹോ അപ്പൊ ഇവനാണ് ഇതിന്റെ പിന്നിലല്ലേന്ന് ചോദിക്കണം. നയനയ്ക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത്. ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ ആകെപ്പാട് ഉള്ളുരിയിരിക്കുമായിരുന്നു. അമ്മ ഏതോ ഒരു പെൺകുട്ടിക്ക് കൊണ്ട് പൈസ കൊടുത്തിട്ട് പോന്നല്ലോ എന്നൊക്കെ ഓർത്തുണ്ട്. ദേവേന് പറഞ്ഞു, എന്നെ പറ്റിച്ച് പാലം കടത്താന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇവന്. അതെ, ഒന്നുമല്ലേ ഇവനേക്കാളും കുറച്ച് ഓണം കൂടുതലുണ്ടല്ലേ ഞാന്. അപ്പൊ പിന്നെ എന്നെ പറ്റിക്കാണ്ട് ഇവന് സാധിക്കുവോ? അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുമെന്ന് കരുതിയോ? അബി, ഇനിയും നിനക്ക് ഈ ദേവേനെ മനസ്സിലായിട്ടില്ലെന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, നാണമുണ്ടോ അബി നിനക്ക് പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ജയം പറഞ്ഞു, ഇപ്പോഴെനിക്ക് നിന്നോടൊരു ബഹുമാനമൊക്കെ തോന്നുന്നു ദേവേനി. ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയായിരുന്നു, ഏതെങ്കിലും പെൺകുട്ടിക്ക് നീ കൊണ്ടേ പൈസ കൊടുക്കുമെന്ന് ഓർത്തിട്ട്. കരള് പാത്ത് അല്ലെങ്കിൽ പെൺകുട്ടി അതാരാന്ന് ഇതുവരെയായിട്ട് നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ പിന്നിലൊരു കാരണം ഉള്ളതുകൊണ്ടാ പറയാതിരുന്നേ. പക്ഷെ നീ അങ്ങനെ ആർക്കെങ്കിലും കൊണ്ട് പൈസ കൊടുത്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. എന്നാലും അബി, നിനക്ക് എങ്ങനെ തോന്നിയടാ സ്വന്തം അമ്മായിനെ തന്നെ ഇങ്ങനെ ചതിക്കാനായിട്ട്? പൈസക്ക് വേണ്ടിയിട്ട് അമ്മയെന്നോ അച്ഛനെന്നോ ആരെയില്ല നീ ഇങ്ങനെ ഒറ്റി കൊടുക്കൂല, ചതി ചെയ്യൂലോ അവരോടൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടിയിട്ട് അബിനെ അങ്ങോട്ട് പഞ്ഞിക്കിടുവാണ്. മുത്തശ്ശി പറഞ്ഞിട്ട് കാര്യമില്ല, ജലജയുടെ നിയന്ത്രണത്തിലല്ലേ അവന്, നാണമില്ലാത്തവൻ എന്നൊക്കെ പറയണം. അവസാനം ജലജ പറഞ്ഞു, പോടാ കേറിപ്പോ, നോക്കി നിൽക്കുന്ന കണ്ടില്ല എന്ന് പറയണം. ഈ സമയം ജയം പറഞ്ഞു, ഇനി എന്തേലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല പ്രതികരണം. ഒരു തവണ ക്ഷമിച്ചു, പക്ഷെ എപ്പോഴും ക്ഷമിക്കാൻ പറ്റില്ല, എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നതെന്ന് പറയണം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവ്യക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, നാണം ഉണ്ടോടാ നിനക്ക്? സ്വന്തം വീട്ടുകാരെ തന്നെ ചതിച്ചും വന്നിച്ചും പൈസ ഉണ്ടാക്കാനായിട്ട് ഇതിനേക്കാളും ഭേദം നീ പോയി വല്ല തൂങ്ങി ചാന്നടാ നല്ലതെന്ന് പറയാം. നീ ഒരു അച്ഛനാകാൻ പോവാം, അതിന്റെ പക്വതയെങ്കിലും കാണിക്കടാ നീ, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എന്നും നിന്നോടൊപ്പം കൂടിയാ അന്ന് നാണം കെട്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യയുടെ അങ്ങോട്ട് അതിന്റെ രീതിയിൽ അങ്ങോട്ട് പറയണം. അവസാനം അബി അങ്ങ് നാണം കെട്ട് ഒന്നുമല്ലാതായി തീരുവാണ്. അബിക്ക് എത്ര കിട്ടിയാലും നാണമില്ലാത്തൊരവസ്ഥയാണ്. ഇനി ഇതിനേക്കാളും ഭേദം അബി പോയി വല്ലയിടത്തും ചാകുന്ന, കാരണം എല്ലാവരും നാന പഠിക്കുന്ന അബിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു നയനയെ കാണാനായിട്ട് വരുവാണ്. നന്ദു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദ്യം നന്ദുവിനെ കണ്ടത് ജാനകിയാണ്. ജാനകി നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങ് നോക്കി. പിന്നീട് അങ്ങോട്ട് മുഖം വെട്ടിച്ച് തിരിച്ച് അങ്ങോട്ട് പോവാണ്. പക്ഷെ നയനെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നു. നന്ദുവിനെ കണ്ടതും കെട്ടിപ്പിടിക്കണം, വാ മോളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പോഴാണ് അനാമിക ഈ കാര്യം അറിയണേ. അനാമിക നേരെ ജാനകിയുടെ അരിയിലേക്ക് വരുവാണ്. ജാനകിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മേ എന്താ ഇതെന്ന് ചോദിക്കണം. അവളോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് അപ്പോൾ അവള് വന്നേക്കുന്ന കണ്ടോന്ന് ചോദിക്കണം. അത് മോളെ എന്ത് ചെയ്യാൻ പറ്റൂന്ന് പറ, എത്രയൊക്കെ എന്നാ പറയണേ, ഒന്നെങ്കിൽ നാണം വേണം. അവളുടെ ഏട്ടത്തി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഒരു കാര്യം വെച്ചോണ്ട് ബന്ധം വെച്ചോണ്ടല്ലേ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് ചോദിക്കാം. നമ്മൾ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കി എല്ലാവരും അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കും. പിന്നെ നമുക്ക് ഇവിടെ എന്താ വോയിസ് ഇരിക്കണമെന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇങ്ങോട്ട് കയറി വന്ന് എന്റെ ജീവിതം തകർക്കാനാ വന്നെങ്കിൽ ഞാൻ ഒന്നിനും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് ജാനകി നേരെ പരാതിയായിട്ട് ദേവേന്റെ അരികിലേക്ക് ചെല്ലുക. ദേവേണ്ട എന്നിട്ട് പറഞ്ഞു, അതെ എടുത്തിയോട് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയാം. കാര്യമൊക്കെ ശരി തന്നെ. ആ നന്ദു എന്ന് പറയുന്നവൾ ഇവിടെ കയറി ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. അവൾ അവളുടെ ചേച്ചീനെ കാണാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വരുന്നേ. അത് പക്ഷെ അതിനു വേണ്ടിയൊന്നുമല്ല, അനിയെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അവൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ജഡ്ജ് പറഞ്ഞു, അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ 2 ചേച്ചിമാർ ഇവിടെ ഇല്ലേ ജാനകി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അത് പിന്നെ എന്തെന്ന് വെച്ചാ എത്രയെന്ന് വെച്ചാ സഹിക്കുന്നേ. അനാമിക മോൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. പോരാത്തന് അനിയും അനാമിക മോള് ഇപ്പോഴും രണ്ടുപേരും ഒന്നും ഒന്നായിട്ടില്ല. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വീണ്ടും ഇവളിങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തകർന്നു പോയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനി അനാമികയും വേണ്ട തീരുമാനം എടുക്കാനായിട്ട്. അനാമിക ഒരു പക്ഷെങ്കിൽ അനിയുടെ മനസ്സൊക്കെ മാറ്റിയെടുക്കേണ്ട അവളല്ലേ. അവള് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ അനി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അനാമിയാണ് ഏറ്റെടുക്കണ്ടേ. അനാമിക്ക് കഴിവില്ലാത്തോണ്ടല്ലേന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ ഏട്ടത്തി ഇപ്പൊ അവളോടൊപ്പം ചേർന്നിരിക്കുവാണെന്ന് നിൽക്കും. ഞാൻ ആരുടെയും ഭക്ഷണം പിടിച്ചല്ല. അനീനെ എനിക്കറിയാം. അവന്റെ നല്ല സ്വഭാവമാണ്. അവന്റെ ഏട്ടനെ കണ്ടാണ്. ഈ പറയുന്ന അബിയുടെ സ്വഭാവമൊന്നുമല്ല അവന്. പക്ഷെ അവനോടൊപ്പം അവൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അനാമികയുടെ കുഴപ്പമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് അനിയുടെ കുഴപ്പമല്ലെന്ന് പറയാം. എനിക്കറിയാം എല്ലാരും കൂടെ എന്റെ മോനെ മോളെയും കൂടെ ഒറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഏട്ടത്തെ എങ്കിലും ഒന്ന് ഉപദേശിക്കണ്ടല്ലേ നിൽക്കും. ഞാൻ ഉപദേശിച്ചിട്ട് എന്ത് ചെയ്യാനാ ജാനകി? ഞാൻ ഉപദേശിക്കാവുന്നതിന് മാക്സിമം ഉപദേശിച്ചല്ലേ, ഇനിയിപ്പോ അവരെല്ലാം നേരെ ആവണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് അനാമിക മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അനിയ അവിടെ ഇരിക്കുന്നുണ്ടോ. അനിയെ കണ്ടത് അനാമിക പറഞ്ഞു, വന്നിട്ടുണ്ട് നിന്റെ കാമുകി, അതുകൊണ്ടായിരിക്കും ഒരുങ്ങി കെട്ടി നീ ഇരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട അനി ഇങ്ങ് ചാടി എഴുന്നേറ്റു. നീ എന്താടി പറഞ്ഞേന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റം ഇരിക്കുന്നേ? നിന്നെ കാണാഞ്ഞിട്ട് വിങ്ങിപ്പൊട്ടി അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറയാം. കേട്ടോ അനി പറഞ്ഞാണോ, നന്നായി പോയി. അങ്ങനെയാണെങ്കിൽ നീ സഹിച്ചോ. അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനാമികൾ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അങ്ങോട്ട് ഇറങ്ങി പോകണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.